നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ വിശ്വാസം തകർക്കപ്പെടുന്ന സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ ശബരിമല ഉൾപ്പെട്ട പ്രദേശം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന് മുൻ എംഎൽഎയും ബിജെപി നേതാവുമായ പി.സി. ജോർജ്. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പി.സി. ജോർജിന്റെ ജനപക്ഷം പാർട്ടി ബിജെപിയിൽ ലയിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാസ്തികരുടെ കയ്യിലാണ് കാര്യങ്ങൾ. അവർ വീണ്ടും വിശ്വാസങ്ങളെ തകർക്കാൻ ഓരോ കളികളുമായി എത്തും. ഉടുവസ്ത്രം പോലും ഇല്ലാത്ത സ്ത്രീകളെ കയറ്റാൻ വീണ്ടും ശ്രമമുണ്ടാകും. അതിനാൽ ശബരിമലയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണം. മുൻപ് താൻ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഒരു ബെഞ്ച് കൂടി വരുന്നത് സാമ്പത്തിക ബാധ്യതയാകുമെന്നതിനാൽ വേണ്ടെന്ന് വയ്ക്കാമെന്നാണ് തീരുമാനമായത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ആസ്ഥാനം 100 കോടിയിലധികം ചെലവാക്കി പുതിയ കെട്ടിടം പണിയാനുള്ള ശ്രമം നടക്കുകയാണ്. ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചാൽ 400 കോടിയെങ്കിലും ലാഭമുണ്ടാകും. ഉദ്യോഗസ്ഥർ ഫയലും ചുമന്ന് എറണാകുളത്ത് പോകുന്നതിന് ഒഴിവാക്കാം, അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ചെന്ന് റോഡിലൂടെ നടക്കാൻ മാത്രം പോകുന്നവർക്ക് എന്തിന് വോട്ട് നൽകണമെന്ന് ചിന്തിക്കണമെന്നും പി.സി. ജോർജ് പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി കേരളം കയ്യിൽ ഒതുക്കുമെന്ന് പി.സി. ജോർജ്. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബിജെപി മുന്നേറ്റം ഉണ്ടാകുമെന്നും ഏറ്റവും കുറഞ്ഞത് 5 സീറ്റുകൾ ബിജെപി പിടിച്ചെടുക്കുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. താൻ മത്സരിക്കുമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും ബിജെപി മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നും മത്സരിക്കേണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ മത്സരിക്കില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. 2023 ജാനുവരി 31 ഡൽഹിയിലെ ബിജെപി ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പി.സി. ജോർജ് ബിജെപി അംഗത്വം സ്വീകരിച്ചിരുന്നു. ദേശീയ നേതാക്കളായ പ്രകാശ് ജാവേദ്കർ, വി. മുരളീധരൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങിലാണ് പി.സി. ജോർജ് ബിജെപിയിൽ അംഗമായത്. പി.സി. ജോർജിന്റെ ജനപക്ഷം ബിജെപിയിൽ ലയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നണിയുടെ ഭാഗമായിരുന്നു പി.സി. ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിലും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കേരള പദയാത്ര സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇരട്ടക്കത്തിൽ ബിജെപിക്ക് വോട്ട് വിഹിതം നൽകിയെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഇരട്ടക്കത്തിൽ സീറ്റായി മാറ്റുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല കേന്ദ്ര സർക്കാർ കേരളത്തെ കാണുന്നത്. കേരളത്തോട് കേന്ദ്രം അവഗണന കാട്ടിയിട്ടില്ല. ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുമെന്നും അതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പൂഞ്ഞാർ മുൻ എംഎൽഎ പി.സി. ജോർജിന്റെ കേരള ജനപക്ഷ പാർട്ടി ചടങ്ങിൽ ബിജെപി ലയിക്കുകയും ചെയ്തു.